ഹലോ. ഇന്ന് നമ്മുടെ രാവിലത്തെ മക്കളെ സ്കൂളിൽ വിടുന്നതിനൊക്കെ മുമ്പുള്ള ചെറിയ കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ട്ടോ വന്നത്. ഇപ്പോൾ ഒരു 5 മണി 5:15 ആയപ്പോൾ എണീച്ചിട്ടുണ്ടായിരുന്നു. എണീച്ച് കഴിഞ്ഞിട്ട് ആദ്യം തന്നെ പല്ല് തേച്ച് ബാക്കി നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആദ്യം തന്നെ വെറും വയറ്റിൽ കുറച്ച് വെള്ളം കുടിക്കും ട്ടോ. വെള്ളം കുടിച്ചതിന് ശേഷമാണ് ട്ടോ പിന്നെ നമ്മൾ അടുക്കളയിലോട്ട് കയറുന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് സ്പെഷ്യലൊക്കെ ഉണ്ടാക്കേണ്ട ദിവസമായിരുന്നു കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോൻ്റെ സ്കൂളിൽ യെല്ലോ ഡേ ആയിരുന്നു. അപ്പോൾ യെല്ലോ കളർ ഫുഡും എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകണം. നിർബന്ധമൊന്നുമില്ല, എന്നാൽ നമ്മുടെ ഒരു സന്തോഷം അങ്ങനെ കൊടുത്തു വിടണം. അപ്പോൾ കുറച്ച് നെയ്ച്ചോറും സ്നാക്സും അതുപോലെ തന്നെ കുറച്ച് യെല്ലോ കളറിൽ എന്തെങ്കിലും കൊടുത്തു വിടാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ എണീച്ച് ആദ്യം തന്നെ കുറച്ച് ചായക്ക് വെള്ളം വെച്ചതിന് ശേഷം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും സാമ്പാറും കേട്ടോ. അപ്പോൾ സാമ്പാറിനുള്ള പരിപ്പും അടുപ്പത്ത് വെച്ചു. പിന്നെ ബാക്കി തലേന്ന് തന്നെ എല്ലാ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കനും അതുപോലെ തന്നെ ഫ്രൈ ചെയ്യാനുള്ള ചിക്കനും എല്ലാം മസാല തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കറിക്ക് വേണ്ടിയിട്ടുള്ള സവാള, ബാക്കി എല്ലാ കാര്യങ്ങളും തന്നെ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എളുപ്പമായിരിക്കുമല്ലോ. അപ്പോൾ ഇനി ആദ്യം തന്നെ ചെയ്യാൻ പോണത് നമ്മൾ കറിക്ക് വേണ്ടിയിട്ട് സവാള അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചത് എല്ലാം കൂടെ ഞാൻ കുക്കറിലിട്ട് വേവിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ പിന്നെ നമുക്ക് ആ ഇളക്കി വഴറ്റണ പണി കുറച്ച് കുറഞ്ഞിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചതച്ചെടുത്തിട്ട് അപ്പോൾ അതിന് മുമ്പ് തന്നെ നമുക്ക് കറിക്ക് വേണ്ടിയിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യാൻ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പരിപ്പ് വെന്ത് വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ വെജിറ്റബിൾസ് എല്ലാം അതിലേക്ക് ഇട്ട് സാമ്പാർ പൊടി ഇട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് പുളിയും പിഴിഞ്ഞെടുത്തതിന് ശേഷം അതെല്ലാം അവിടെ വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. ആദ്യം തന്നെ ചായ എല്ലാം തിളച്ചവിടെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെയാണ് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചതും സാമ്പാറിന് പരിപ്പ് വേവിക്കാൻ വെച്ചതെല്ലാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് ചിക്കൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ അതവിടെ മറിച്ച് കോരി മാറ്റി കുറച്ചും കൂടി ഇട്ട് കൊടുക്കാനുണ്ടായിരുന്നു, അതെല്ലാം ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ചായ കുടിക്കാമെന്ന് വിചാരിച്ച് ചായക്ക് മധുരമെല്ലാം ഇട്ട് കുടിക്കാനുള്ള വെള്ളം കുറവാന്ന് തോന്നുന്നുണ്ട് തന്നെ ഉള്ള വെള്ളം ജഗ്ഗിലേക്ക് ഊറ്റിയിട്ട് പിന്നെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. പിന്നെ അടുത്തത് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പാത്രമെല്ലാം അടുപ്പത്ത് വെച്ചിട്ട് ഓയിലെല്ലാം ശരിക്കും ഗ്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇഡ്ഡലിയുടെ മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് കറിക്കുള്ള സവാളയും അതുപോലെ വെള്ളവും എല്ലാം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ചിക്കനെല്ലാം ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. യെല്ലോ കളർ സ്നാക്സ് ആയിട്ട് പ്രത്യേകിച്ച് നമ്മളൊന്നും വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്നില്ല. അത് കുറച്ച് ചിപ്സോ ലഡുവോ എന്തെങ്കിലും കൊടുത്തു വിടാമെന്നാണ് വിചാരിക്കുന്നത്. യെല്ലോ കളർ തന്നെ ആയാൽ മതിയല്ലോ. പിന്നെ കറിക്ക് വേണ്ടിയിട്ടുള്ള സവാള, പച്ചമുളക്, ഇഞ്ചി, തക്കാളി ഇതെല്ലാം വേവിക്കാൻ വെച്ചതിൻ്റെ ആ ഒരു പാർട്ട് ഇതിൻ്റെ ഇടയിൽ എങ്ങനെയോ കയറി വന്നിട്ടുണ്ട്. പിന്നെ സാരമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ എഡിറ്റ് ചെയ്യാനൊന്നും പോയില്ല. കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കുറച്ച് വെള്ളവും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടതിന് ശേഷമാണ് നമ്മൾ വേവിക്കാൻ വെക്കണത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ സാലഡിനുള്ള പണി നോക്കാമെന്ന് വിചാരിച്ചു. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യണത് സാലഡിലേക്കും പിന്നെ കുറച്ച് ചോറിലും ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ സവാള ശരിക്കും ഉപ്പിട്ട് ശരിക്കും തിരുമ്മി കഴുകിയതിന് ശേഷമാണ് സാലഡ് റെഡിയാക്കാൻ പോണത്. അതിനായിട്ട് കുറച്ച് തക്കാളിയും പിന്നെ പച്ചമുളകും ക്യാരറ്റും നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ച് അതവിടെ റെഡിയാക്കി മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ അപ്പോഴത്തേക്ക് നമ്മൾ ഇഡ്ഡലി റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അവിടെ മാറ്റി വെച്ചു. പിന്നെ ആ സമയത്ത് കുറച്ച് ചായ കുടിക്കാമെന്ന് വിചാരിച്ച് ചായ കുടിയും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുക്കളയിലേക്ക് വന്നു ഫ്രൈ ചെയ്യാനുള്ള ചിക്കൻ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കറിക്ക് വേണ്ടിയിട്ട് ഫ്രൈ ചെയ്ത ചിക്കൻ്റെ ഓയിൽ തന്നെ കുറച്ചാണ് നമ്മൾ സാധാ ഫ്രൈക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കണത്. അപ്പുറം അടുപ്പിൽ കറിക്ക് വേണ്ടിയിട്ടുള്ള പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വേവിച്ച് വെച്ച സവാള, ഇഞ്ചി കാര്യങ്ങളെല്ലാം എണ്ണയിലേക്ക് ഇട്ടിട്ട് അവിടെ വേവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ മസാല കുറച്ച് ചൂടാക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ചും കൂടെ നല്ലൊരു ഇതായിട്ട് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിനായിട്ടുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാല ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പുറം അടുപ്പിൽ വെച്ച് ചീഞ്ചട്ടിയിൽ ചൂടാക്കി നമ്മൾ ഓയിൽ ആ സവാളയിലിട്ട് ഇടുന്നുണ്ട്. പിന്നെ അതിൻ്റെ പുറകെ കുറച്ച് കോൺഫ്ലോറും കലക്കി ഒഴിച്ച് കുറച്ച് തൈരും ഒഴിച്ചതിന് ശേഷം പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ട് കുറച്ച് നേരം വഴറ്റിയതിന് ശേഷം പിന്നെ തിളച്ച വെള്ളമാണ് കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തത്. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ ഫ്രൈ ഏകദേശം റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മറിച്ചിട്ട് കൊടുത്ത് പിന്നെ അടുത്ത സാമ്പാർ താളിക്കുന്ന പണിയാണ് കേട്ടോ. അതിന് വേണ്ടി ചീഞ്ചട്ടി വെച്ചിട്ട് എണ്ണയും കടുകും കാര്യങ്ങളൊക്കെ ഇട്ട് അത് താളിച്ച് അവിടെ ഒഴിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. വെജിറ്റബിൾസ് എല്ലാം വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറച്ച് മസാലയുടെ കുറവ് വന്നുകൊണ്ട് കുറച്ച് സാമ്പാർ പൊടിയും കൂടെ എണ്ണയിലേക്ക് ഇട്ട് വഴറ്റിയിട്ടാണ് സാമ്പാറിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ സാമ്പാറിൻ്റെ പണി അവിടെ കഴിഞ്ഞു. പിന്നെ അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നെയ്ച്ചോറിന് വേണ്ടിയിട്ടുള്ള പണിയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് നെയ്യും അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു സവാള അവിടെ വാട്ടാനിട്ടതിന് ശേഷം പിന്നെ കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കഷ്ണം പട്ട, കുറച്ച് ഗ്രാമ്പൂ, പിന്നെ അതുപോലെ തന്നെ നട്ട്സും കിസ്മിസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കണത്. അത് ഒഴിച്ച് ഉപ്പും ഇട്ട് കുറച്ച് എസൻസും ചേർത്തിട്ട് എസൻസ് ഏതെങ്കിലും ചേർക്കും, പൈനാപ്പിൾ അല്ലെങ്കിൽ ബിരിയാണി ഉള്ളത് ചേർക്കും. അത് ചേർത്ത് പിന്നെ അരിയും കഴുകി ഇട്ടതിന് ശേഷം കുക്കർ അവിടെ അടച്ച് വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. 2 വിസിലടിക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ പിള്ളേരൊക്കെ എണിച്ച് വന്നു. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാല് തിളപ്പിക്കാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ.
ആ സമയത്ത് ഫ്രൈ ചെയ്യാനിട്ട ചിക്കനും റെഡി ആയിട്ടുണ്ടായിരുന്നു, അതും കോരി മാറ്റി. പിന്നെ ഇഡ്ഡലി അവിടെ ചൂടാറിയിട്ടിരിക്കുന്നുണ്ടായിരുന്നു, അത് മാറ്റി ഒരു പാത്രത്തിലേക്ക് ആക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ നെയ്ച്ചോറ് അവിടെ റെഡിയായി. ഞാൻ തീയെല്ലാം ഓഫ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ എയറെല്ലാം കംപ്ലീറ്റ് പോയതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ നല്ല കറക്റ്റായിട്ട് വെള്ളമെല്ലാം വറ്റി റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പിള്ളേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം എടുത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ലഞ്ച് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും അടുക്കളയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കറി രാവിലെ തന്നെ എണിച്ച് വെച്ചതെല്ലാം വെറുതെ ആയിട്ടുണ്ട്. അവർക്ക് കറി വേണ്ട, ചിക്കൻ ഫ്രൈയും പിന്നെ സാലഡ് മാത്രം മതി എന്നായിരുന്നു പറഞ്ഞത്. എങ്കിൽ പിന്നെ എന്തെങ്കിലും അവിടെ വെറുതെ കൊടുത്തു വിട്ട് സാധനം വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഫ്രൈയും കുറച്ച് സാലഡും പിന്നെ ഒരു ചെറിയൊരു ടിന്നിലാക്കിയിട്ട് കുറച്ച് അച്ചാർ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. കുറച്ച് മാങ്ങ അച്ചാറും വെച്ച് ലഞ്ചിൻ്റെ പരിപാടി അവിടെ കഴിഞ്ഞു. പിന്നെ സ്നാക്സ് പാക്ക് ചെയ്യലാണ്. സ്നാക്സ് ഞാൻ പറഞ്ഞല്ലോ യെല്ലോ കളർ ആയതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും അങ്ങനെ തന്നെ കൊടുത്തുവിടാമെന്ന് വിചാരിച്ചു. ഒരു ലഡുവും പിന്നെ കുറച്ച് ചിപ്സും കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പാക്ക് ചെയ്ത് അതിൻ്റെയും പണിയെല്ലാം കഴിഞ്ഞ് അവിടെ തീർത്ത് വെച്ചു. യെല്ലോടെ ശരിക്കും LKG പഠിക്കുന്ന മോനക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നാൽ പിന്നെ രണ്ടുപേർക്കും സെപ്പറേറ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് രണ്ടുപേർക്കും ഒരേപോലെ തന്നെയാണ് കേട്ടോ കൊടുത്തു വിടുന്നത്. പിന്നെ ലഞ്ചിൻ്റെയും സ്നാക്സിൻ്റെയും പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം വെള്ളവും രണ്ടുപേരുടെയും ഒഴിച്ച് അതും റെഡിയാക്കി ഓരോരുത്തരുടെ ബാഗിൽ കൊണ്ടുവന്ന് വയ്ക്കുന്നത് കേട്ടോ അടുത്ത പണി. ഇടയിൽ പിള്ളേരുടെ റെഡിയാവലും കാര്യങ്ങളും എല്ലാം അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. രാവിലത്തെ പ്രിപ്പറേഷൻസൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ പ്രത്യേകിച്ച് മക്കളുടെ കാര്യങ്ങളൊന്നും കാണിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ അവരവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. പിന്നെ യെല്ലോ ഡേക്ക് വേണ്ടിയിട്ട് ഞാൻ ചെറിയതായിട്ടൊന്ന് റെഡിയാക്കി കൊടുത്തതാട്ടോ ഒരു മാംഗോ. പിന്നെ ഇളയാൾക്ക് ഫുഡും കൊടുത്ത് ഞാനും ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ ചെറിയൊരു കേക്കിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു, അതും റെഡിയാക്കി ഓവനിലേക്ക് മാറ്റി. പിന്നെ ചെറിയൊരു കേക്കിൻ്റെ ഫ്രോസ്റ്റിംഗ് ഉണ്ടായിരുന്നു, അത് ഇൻഡിപെൻഡൻസ് ഡേയുടെ ഫ്ലാഗിൻ്റെ ഷേപ്പിൽ ചെയ്യുന്നതായതുകൊണ്ട് തന്നെ കുറേ പീസൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യേണ്ടി വന്നു. പിന്നെ അതിൻ്റെ എല്ലാം പണി തീർത്ത് അതവിടെ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ വേറെ റൗണ്ട് ഷേപ്പിലുള്ളൊരു ഫ്ലാഗിൻ്റെ ഡിസൈനിലുള്ള കേക്കും ചെയ്യാനുണ്ടായിരുന്നു, അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അതും കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ നമ്മുടെ ക്ലീനിങ്ങിൻ്റെ പരിപാടിയാണ്. ഗ്യാസ് അടുപ്പൊക്കെ ആകെ ഇത്രയും പണി കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം മൊത്തത്തിൽ വൃത്തികേടായിട്ടുണ്ടായിരുന്നു. അതെല്ലാം ശരിക്കും ക്ലീനാക്കി വെച്ചതിന് ശേഷം പിന്നെ സ്ലാബും കിച്ചൺ സ്ലാബും കാര്യങ്ങളെല്ലാം ക്ലീനാക്കി. അതെല്ലാം കഴിഞ്ഞ് എൻ്റെ ഓവനും സ്റ്റാൻഡ് മിക്സറും ഒക്കെ നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ അടിച്ചു വാരും തുടയ്ക്കുകയൊക്കെ ചെയ്യണ പണിയാണ് കേട്ടോ. അതൊന്നും ഞാൻ പ്രത്യേകിച്ച് എടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.